ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. കടലിൽ മത്സ്യങ്ങൾ ഗണ്യമായി കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വറുതിയുടെ പിടിയിലായി. ദുരിതം പേർന്ന തൊഴിലാളികൾക്ക് ആശ്വാസമായി സർക്കാർ അടിയന്തര ധനസഹായം അനുവദിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന മേഖലയായ ചാവക്കാട് തീരത്ത് ഒട്ടേറെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇപ്പോൾ മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം ദുരിതത്തിലായത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരും സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുന്ന അവസ്ഥയിലായി. തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ഓരോ തൊഴിലാളികളും നിരാശയോടെയാണ് ഇപ്പോൾ തിരിച്ചെത്തുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ചെലവ് കാശ് പോലും കിട്ടുന്നില്ല. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് തൊഴിലാളികൾ കടന്നു പോകുന്നതെന്ന് മത്സ്യത്തൊഴിലാളിയായ KH ഷാഹുൽ ഹമീദ് പറയുന്നു. മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി പോകുന്നുണ്ട്. 15,000-10,000 രൂപ നഷ്ടമാണ്. ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ നേരത്തെ പണിയാണ്. ആ പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ വെള്ളം കാറ്റായി കാലാവസ്ഥ മോശമായ കാരണം തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വരുന്നത് ചെറിയ മീനുകളാണ്. ഈ നിയമവിരുദ്ധമായി അത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കുറേ വള്ളങ്ങൾ പോവാറില്ല ഇപ്പോൾ. ഈ മത്സ്യത്തിൻ്റെ ഇത് കുറവും മാത്രമല്ല അത് കൊണ്ടുവന്നാൽ കിട്ടുന്ന വിലയില്ലായ്മയും അതുകൊണ്ടിപ്പോൾ ചില വള്ളങ്ങൾ പോകുന്നില്ല. എണ്ണക്കാശ് പോലും കിട്ടുന്നില്ല. അത് സർക്കാരിന് എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഉപകാരമായി. അതന്നെ. മണിക്കൂറുകളോളം ചൂണ്ടയിട്ടാലും ലഭിക്കുന്നത് കുറച്ച് മത്സ്യം മാത്രമാണ്. മത്സ്യലഭ്യത കുറഞ്ഞതുമൂലം പകുതിയിലധികം തൊഴിലാളികളും കടലിൽ പോകുന്നില്ല. ഇന്ധനം, ഭക്ഷണം എന്നിവയ്ക്കായി വൻ തുകയാണ് ഓരോ തവണ കടലിൽ പോകുമ്പോഴും തൊഴിലാളികൾ ചെലവാക്കേണ്ടി വരുന്നത്. ഒരു വള്ളത്തിൽ കുറഞ്ഞത് 4 മുതൽ 6 പേർ വരെ പോകാറുണ്ട്. എന്നാൽ തുച്ഛമായി ലഭിക്കുന്ന മത്സ്യം വിറ്റൊഴിച്ചാൽ ചിലവഴിച്ച തുക പോലും ലഭിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നത്. ദിവസങ്ങൾ നീണ്ട വിദേശ ട്രോളറുകൾ ആഴക്കടലിൽ നടത്തുന്ന മത്സ്യബന്ധനം മൂലം ചെറുവള്ളങ്ങൾക്ക് മത്സ്യമൊന്നും ലഭിക്കാറില്ലെന്ന് മത്സ്യത്തൊഴിലാളിയായ MU കബീർ പറഞ്ഞു. മത്സ്യങ്ങൾ കടലില്ലാതെ ഈ വിദേശ ആളുകൾ വന്നിട്ട് മത്സ്യം പിടിക്കുന്നതുകൊണ്ട് രാത്രികളിലൊക്കെ അങ്ങനെ മീൻ ഇറങ്ങുന്നില്ല ഈ കടലുകളിൽ. മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ഒഴിവാക്കി വിട്ട് അന്യരാജ്യക്കാരാണ് ഇവിടെ മത്സ്യം വന്ന് പിടിക്കുന്നത്. ഫുൾ ടൈം പണിയിലാണ് ഇവരൊക്കെ. ഫുൾ ടൈം പണിയാണ്. ഒരു മീൻ പോലും രാവിലെ പോയിട്ട് പിടിക്കുന്നവർക്ക് ചെറുവള്ളങ്ങൾക്കൊന്നും മീൻ കിട്ടണില്ല ഇവിടെ. മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് കൂലിച്ചെലവ് പോലും ലഭിക്കാതായതോടെ പലരും മത്സ്യബന്ധനത്തിന് പോകാതായി. കാലാവസ്ഥാ വ്യതിയാനവും മറ്റൊരു തടസ്സമായി മാറുന്നുണ്ട്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ കടം വാങ്ങിയും മറ്റും കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇപ്പോൾ ദുരിതമാണ്. അതിനാൽ സർക്കാർ അടിയന്തരമായി സഹായം അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. സർക്കിൾ ലൈവ് ന്യൂസ്, ചാവക്കാട്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.